അതെ, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു സുഖവാസത്തിന് പോയത് ഏടെന്നല്ല, നമ്മള് തൊട്ടടുത്തുള്ള ഒരു ആസ്പത്രിയിൽ. പക്ഷെങ്കില് ഒരു സത്യം പറയട്ടെ, സൂചി തുമ്പത്തത് ഇന്റെ തിത്താത്തി ഇച്ചാപ്പുവാണ്. തിത്താത്താന്റെ ഇച്ചാപ്പൂന്റെ മമത്താൾക്ക് അത്ര അങ്ങോട്ട് സുഖമില്ലേനു. അതായത് നമ്മൾ തന്നെ വെറുതെ നിന്ന് ഇന്റെ ഇച്ചാപ്പൂ പല സിഗ്നൽസ് കണ്ടിട്ടപ്പോ മൂപ്പര് കയറി പോയി ആസ്പത്രി പോയിട്ട് സൂട്ട് റൂം കിടന്ന് റെസ്റ്റ്. അപ്പൊ ഓളും എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് ബെസ്റ്റ്. നമ്മളാണെങ്കിലും ഒക്കത്തിട്ട് ബെസ്റ്റ് ആയി. ആസ്പത്രിക്ക് സ്വന്തമായിട്ട് പത്രിക ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രണ്ട് പേജിലുണ്ട്. കാരണം നമ്മൾ ആസ്പത്രി കാണാത്ത വക്കും കോണും മുക്കൊന്നുമില്ല. എന്തായാലും CCTV നോക്കി കുത്തിരിക്കുന്നവർക്ക് നല്ലൊരു ടൈം പാസ് ആയിരിക്കും. മമതലിന്റെ വെറൈറ്റി ആയിട്ടുള്ള മുഖമുദ്രകളൊക്കെ അതിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. എന്തേലും അറിയില്ല, എന്റെ ഇച്ചാപ്പൂ സിസ്റ്റർ കണ്ട പിന്നെ കസ്റ്റമർ അടുത്ത് നടി വാങ്ങിയ മൊയിലാളി കാറിന് പോലാണ്ട് കാറാൻ തുടങ്ങി. അവസാനം കാറ് കയറി കൂറനെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയും. അങ്ങനെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പെരയിൽ ലാൻഡ് ചെയ്തപ്പോ ഗസ്റ്റ് തിന്നാൻ പറ്റുന്ന സാധനം നമ്മക്കും തിന്നാനൊരു പൂതി. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തട്ടിക്കൊട്ടി തപ്പി നോക്കിയപ്പോഴാണ് ഒടുവിൽ യാത്രക്കായി പ്രിയതമനെ കാത്തുക്കുന്ന 4 ക്യാരറ്റ് കിട്ടിയത്. പിന്നെ ഏതോ ആണ്ടിൽ ഫോൺ ചോണ്ടിക്കൊണ്ടുമ്പോൾ കണ്ട് ഈ ഒരു ഐറ്റം ഇടയ്ക്കെങ്കിലും ഒന്ന് തോണ്ടി തിന്നാൻ വേണ്ടി സേവ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കാൻ പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നല്ലോണം വെച്ചിട്ടുണ്ടാക്കണം. ആരെങ്കിലും വീഡിയോ പോയിട്ട് കണ്ടിട്ടാണ് ഉണ്ടാക്കിക്കോളൂ. കാരണം നമ്മളും അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് വീഡിയോയിൽ കണ്ടോളൂ ഭയങ്കര രസം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഫ്രിഡ്ജിൽ വെച്ചങ്ങനെ തിന്നാൻ നല്ല രസമാണോ.